السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ വളരെ വേഗത്തിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ അതിനുള്ള കാരണമായി മുസ്ലിങ്ങളുടെ ചില സംഘടനകൾ മാറുകയാണ്. മുസ്ലിം രാജ്യങ്ങളുടെ നേതാക്കന്മാർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരും മനസ്സിലാക്കുന്നില്ല, അവരെ ഇസ്ലാം വിരുദ്ധ ശക്തികൾ വലയം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇസ്ലാമിൻ്റെ പേരിലും ജിഹാദിൻ്റെ പേരിലും നടക്കുന്ന അക്രമങ്ങൾ അതിന് ഇസ്ലാമിക അധ്യാപനങ്ങളുമായി വിദൂരബന്ധം പോലും ഇല്ല. അതുപോലെ തന്നെ ഭരണകൂടങ്ങൾ തങ്ങളുടെ ജനങ്ങളുടെ മേൽ ചെയ്യുന്ന അക്രമങ്ങൾ അതിനും ഇസ്ലാമിക അധ്യാപനങ്ങളുമായി വിദൂരബന്ധം പോലും ഇല്ല. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിഷ്കളങ്കരെ വധിക്കുക എന്ന് ഇസ്ലാമിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? പിന്നീട് ഇസ്ലാമിൻ്റെ പേരിൽ അമുസ്ലിങ്ങളെ വധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അതിനേക്കാൾ കൂടുതലായി മുസ്ലിങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളായ നിഷ്കളങ്കരും ഇതിൽ ഉൾപ്പെടും. കുട്ടികളും വൃദ്ധന്മാരും സ്ത്രീകളും എല്ലാവരും ഉൾപ്പെടും. മുസ്ലിം രാജ്യങ്ങളുടെ ശക്തി അങ്ങേയറ്റം ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം തന്നെയാണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾ ആഗ്രഹിക്കുന്നതും. ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഒരിക്കലും ശക്തി പ്രാപിക്കരുത്. ഇസ്ലാമിക രാജ്യങ്ങൾ സാമൂഹികമായ നിലയിലോ സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും നിലയിലോ ശക്തരായി മാറരുത്. മുസ്ലിം രാജ്യങ്ങളുടെ തലവന്മാരും അവർ പോറ്റുന്ന ഉലമാക്കളും ഇസ്ലാമിക അധ്യാപനങ്ങൾ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അള്ളാഹു നിയോഗിച്ചയച്ച ഈ കാലഘട്ടത്തിലെ ഇമാമിന്റെയും മാർഗദർശകന്റെയും വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ല. ആരെയാണോ സ്വയം അള്ളാഹു തന്റെ വാഗ്ദാനവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനപ്രകാരവും ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ലോകത്ത് നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി അയച്ചത്,
അതിന്റെ പരിണിത ഫലം എന്ന നിലയിൽ നാം എന്താണ് കാണുന്നത്? ഞാൻ പറഞ്ഞതുപോലെ സമാധാനവും നീതിയും സ്ഥാപിക്കുന്നതിനു വേണ്ടി വലിയ ധ്വജവാഹകനായ ഇസ്ലാം അത് ഇസ്ലാമിക ഭരണകൂടങ്ങളോട് പറയുന്നു, സമാധാനവും നീതിയും സ്ഥാപിക്കുക എന്നത് ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ ഏറ്റവും വലിയ നിർബന്ധ കടമയാണ്. അവർ തന്നെ സമാധാനവും നീതിയും കാറ്റിൽ പറത്തുകയാണ്. എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ഉള്ള ഫിത്നകളും കുഴപ്പങ്ങളും സ്വാർത്ഥമതികൾ അതിൽ നിന്ന് പ്രയോജനം എടുക്കുന്നത്, അതിനുള്ള കാരണം ഭരണകൂടങ്ങൾ പൊതുജനങ്ങളുടെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിനു പകരം തങ്ങളുടെ പ്രയോജനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുന്നു. സഹനത്തിന്റെ കഴിവ് നേതാക്കന്മാരിൽ ഇല്ലാതായിത്തീർന്നിരിക്കുന്നു. തുർക്കിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കലാപം നിശ്ചയമായും ഈ കലാപത്തെ ഒരു വിധത്തിലും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നീതീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇതിന്റെ ഫലമായി ഭരണകൂടം എടുത്തിരിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ അതും അക്രമപരമാണ്. ഭരണകൂടത്തിന്റെ രാഷ്ട്രീയപരമായി എത്ര തന്നെ എതിരാളികളാണെങ്കിലും അവർ കലാപത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അവർക്കെതിരിൽ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്ന കാര്യം കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ചു കാലത്തിന് ശേഷം. എന്നാൽ അഥവാ അക്രമം തുടർന്നുകൊണ്ടിരുന്നാൽ പ്രതിപ്രവർത്തനം തീർച്ചയായും ഉണ്ടാകും. പിന്നീട് ഈ പ്രതിപ്രവർത്തനത്തിന് ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഉത്തേജനം നൽകുകയും അതിൽ നിന്നവർ പ്രയോജനം എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വൻശക്തികൾ തങ്ങളുടെ ആയുധങ്ങൾ വിൽക്കുന്നു. പിന്നീട് ഇരുഭാഗത്തോടും അനുകമ്പ കാണിക്കുന്നവരായി മാറുന്നു. ഇറാഖിലും ലിബിയയിലും സിറിയയിലും ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടും മുസ്ലിം ഭരണാധികാരികൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല. അഥവാ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ പോലും, മുസ്ലിങ്ങളായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ബുദ്ധി ആവശ്യപ്പെടുന്നത് ഇതാണ്: പിന്നീട് തങ്ങളുടെ ചുവടുവെപ്പുകൾ ചിന്തിച്ച് എടുക്കണം. മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിന്റെ അല്ലെങ്കിൽ അവരുടെ രാജ്യങ്ങളിലെ അസ്വസ്ഥതയുടെയും അസമാധാനത്തിന്റെയും പ്രയോജനം ആർക്കാണ് ലഭിക്കുന്നത്? എന്നാൽ ഇവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഈ മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ വളരെയധികം ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. അതുപോലെ തീവ്രവാദി സംഘടനകൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിഷ്കളങ്കരായ ആളുകളെ വധിക്കുക എന്ന അങ്ങേയറ്റം മൃഗീയവും അക്രമപരവുമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ തന്നെ അമുസ്ലിം രാജ്യങ്ങളിൽ അത്തരം പ്രവൃത്തികൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന കാര്യവും വിദൂരമായ ഒന്നല്ല. അത് മുഖേന ഇസ്ലാമിനും ദുഷ്പേരുണ്ടാവും. ഇവർക്ക് സഹായത്തിന്റെ പേരിൽ ലോകത്തെ തീവ്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന പേരിൽ ഈ രാജ്യങ്ങളിൽ തങ്ങളുടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഒരു കാരണവും കൈവരും. അഥവാ ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് ഇവർ ബോധവാന്മാരാണ് എങ്കിൽ, അറിവുണ്ട് എങ്കിൽ ഇവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിഷ്കളങ്കരെ വധിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക അധ്യാപനത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. എയർപോർട്ടുകളിൽ, സ്റ്റേഷനുകളിൽ യാത്രക്കാരും കുട്ടികളും
സ്ത്രീകളെയും വൃദ്ധന്മാരെയും രോഗികളെയും വധിക്കുക എന്നത്, ചർച്ചുകളിൽ പോയി ആളുകളെയും പാതിരിമാരെയും വധിക്കുക എന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ അയച്ചിരുന്ന സൈന്യത്തിന് നൽകിയിരുന്ന മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നു: സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും സന്യാസിമാരെയും പാതിരിമാരെയും കൊല്ലരുത്. ആയുധം എടുക്കാത്ത ഒരാളെയും അല്ലെങ്കിൽ ഒരു വിധത്തിലും മുസ്ലിങ്ങൾക്ക് എതിരിലുള്ള യുദ്ധത്തിൽ ഭാഗവാക്കാകുന്നില്ല എങ്കിൽ അവർക്ക് ഒരു നഷ്ടവും വരുത്തരുത്. വധം ഒരു വിദൂരപ്പെട്ട കാര്യമാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനവും അല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും അല്ല. ആ മഹാത്മാവിന്റെ ഖുലഫാഉർ റാഷിദീങ്ങളിലോ അദ്ദേഹത്തിന്റെ സഹാബാ റിദ്വാനുല്ലാഹി അലൈഹിമിയുടെ ഏതെങ്കിലും പ്രവൃത്തിയിൽ നിന്നോ ഇത് സ്ഥാപിതമല്ല. അള്ളാഹു നമ്മുടെ ദീനിന്റെ പേര് ഇസ്ലാം എന്നാണ് വെച്ചിരിക്കുന്നത്. ഈ പേര് തന്നെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഫലപ്രയോഗത്തെയും റദ്ദു ചെയ്യുന്നു. സമാധാനത്തിന്റെയും ശാന്തിയുടെയും രഞ്ജിപ്പിന്റെയും സന്ദേശം നൽകുകയും ചെയ്യുന്നു. ഇസ്ലാം എന്നതിന്റെ അർത്ഥം തന്നെ സമാധാനത്തിൽ വസിക്കുകയും സമാധാനം നൽകുകയും ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു: വല്ലാഹു യദഉ ഇല ദാരിസ്സലാം. അള്ളാഹു സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഭവനത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അതുപോലെ യഥാർത്ഥത്തിൽ ഒരു മുസൽമാൻ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹവുമാണ് ചോദിക്കുന്നത്. എന്നാൽ ഇവർ, ഈ അക്രമിയായ ആളുകൾ, അവർ വിശുദ്ധ ഖുർആനെ അംഗീകരിക്കുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, നമസ്കരിക്കുകയും ചെയ്യുന്നില്ല. ഇവർ ഇവരുടേതായ ഒരു പുതിയ മതവും പുതിയ ശരീഅത്തുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായിരുന്നാലും യഥാർത്ഥ മുസ്ലിം സമാധാനം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, പിന്നീട് കുഴപ്പത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നു: നമസ്കാരം ചീത്തയും അനിഷ്ടകരവുമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നു. അതുപോലെ ഇസ്ലാം പറയുന്നു: സലാം ശീലമാക്കുക, സമാധാനം വ്യാപിപ്പിക്കുക. സലാം പറയൽ കേവലം മുസ്ലിങ്ങളിൽ മാത്രം പരിമിതമല്ല. എന്നാൽ ഇന്ന് പാകിസ്ഥാനിലും ആ രാജ്യത്തിലെ നിയമം ഉലമാക്കളുടെ സ്വാധീനത്തിൽപ്പെട്ട് ഇതിനും തങ്ങളുടെ അധീശത്വം സ്ഥാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കുത്തക സ്ഥാപിച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങളല്ലാതെ മറ്റാർക്കും സലാം പറയാൻ പാടില്ല. അഹമ്മദികൾ ഒരിക്കലും സലാം പറയാൻ പാടില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാവർക്കും സലാം പറയാറുണ്ടായിരുന്നു, ഒരു വ്യത്യാസവും കൽപ്പിക്കാതെ. ഞാൻ വിവരിച്ച ഇസ്ലാമിന്റെ ഈ ഏതാനും പ്രത്യേകതകൾ സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതാനും ചുരുങ്ങിയ ചില കാര്യങ്ങളാണ്. വിശദീകരണത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതു വിധത്തിൽ നോക്കുകയാണെങ്കിലും, ഏത് കൽപ്പന എടുക്കുകയാണെങ്കിലും, ഇസ്ലാം സമാധാനത്തിന്റെയും രഞ്ജിപ്പിന്റെയും ശാന്തിയുടെയും മതമാണ് എന്ന് കാണാം, ഭീകരവാദത്തിന്റേതല്ല. ലോകത്തിന്റെ ഹൃദയം ജയിക്കാൻ സാധിക്കുമെങ്കിൽ, അഥവാ ഇസ്ലാമിനെ ലോകത്ത് വ്യാപിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, അതിന്റെ മനോഹരമായ അധ്യാപനങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ തീവ്രവാദികളിലൂടെയോ പണ്ഡിതന്മാരുടെ സ്വയംകൃത അധ്യാപനങ്ങളിലൂടെയോ അല്ല. എന്നാൽ ഈ മാർഗം ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഇമാമാക്കി അയച്ച ആൾക്ക് മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. നീതി അദ്ദേഹത്തിന് മാത്രമേ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആരെയാണോ അള്ളാഹു ഈ കാലഘട്ടത്തിൽ നീതി സ്ഥാപിക്കുന്നതിന് വേണ്ടി അയച്ചിരിക്കുന്നത്, നീതിമാനായ വിധികർത്താവായി അയച്ചിരിക്കുന്നത്, ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെ അദ്ദേഹത്തിന് മാത്രമേ നടപ്പിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ. ആരെയാണോ അള്ളാഹു ആ സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത്, നമ്മൾ അഹ്മദികൾ ഭാഗ്യവാന്മാരാണ്. നാം കാലഘട്ടത്തിന്റെ ഇമാമിനെയും മസീഹെ മഊദിനെയും മഹ്ദി മഊദിനെയും വിശ്വസിച്ചു. ലോകത്തിലെ ഈ അക്രമത്തിൽ അകപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു: ഇസ്ലാം അതിന്റെ അധ്യാപനങ്ങളെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. ഒന്ന്, അള്ളാഹുവിനോടുള്ള കടമകൾ. രണ്ട്, സൃഷ്ടികളോടുള്ള കടമകൾ. അള്ളാഹുവിനോടുള്ള കടമകൾ ഇതാണ്: അവനെ നിർബന്ധമായും അനുസരിക്കണമെന്ന് മനസ്സിലാക്കുക. സൃഷ്ടികളോടുള്ള കടമ ഇതാണ്:
അള്ളാഹുവിന്റെ സൃഷ്ടികളോട് അനുകമ്പ കാണിക്കുക. മതത്തിന്റെ എതിർപ്പ് കൊണ്ട് മാത്രം ആരെയെങ്കിലും പ്രയാസപ്പെടുത്തുന്ന രീതി ഒരിക്കലും ശരിയല്ല. അനുകമ്പയും സത്പെരുമാറ്റവും ഒന്നാണ്. മത അഭിപ്രായ വ്യത്യാസം മറ്റൊരു കാര്യമാണ്. മുസ്ലിങ്ങളുടെ ആ സംഘം ജിഹാദിന്റെ തെറ്റായ ധാരണയിൽ അകപ്പെട്ടിരിക്കുന്നത് അവർ ഇതും അനുവദനീയമായി കാണുന്നു. നിഷേധികളുടെ ധനം അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ കരസ്ഥമാക്കുന്നത് പോലും ശരിയാണ്. പറയുന്നു, എന്നല്ല, സ്വയം എന്നെക്കുറിച്ചും ഇവർ ഫത്വ നൽകിയിട്ടുണ്ട്, ഇവരുടെ ധനം കൊള്ളയെടുക്കുക. അനഹ്മദി പണ്ഡിതന്മാരുടെ ഈ ഫത്വ അഹ്മദികൾക്ക് എതിരിൽ ഇന്നും ഉണ്ട്. അവിടുന്ന് പറയുന്നു, ഈ ആളുകൾ ഫത്വ നൽകിയിട്ടുണ്ട്, ഇവരുടെ ധനം കൊള്ളയടിക്കുക. അതായത് അഹ്മദികളുടെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. എന്നല്ല, മറിച്ച് ഇവരുടെ ഫത്വ ഇതുവരെയുണ്ട്, ഇവരുടെ ഭാര്യമാരെ വേർപ്പെടുത്തുക. എന്നാൽ ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള അവിശുദ്ധമായ അധ്യാപനങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഒരു ശുദ്ധവും നിഷ്കളങ്കവുമായ മതമായിരുന്നു. ഇസ്ലാമിന്റെ ഉദാഹരണം നമുക്ക് ഇപ്രകാരം നൽകാൻ സാധിക്കും. ഏതുപോലെ പിതാവ് തന്റെ പിതൃത്വം ആഗ്രഹിക്കുന്നുവോ അതുപോലെ അതാഗ്രഹിക്കുന്നു കുട്ടികൾക്കിടയിൽ പരസ്പരം അനുകമ്പയുണ്ടാകണം. അവർ പരസ്പരം അടിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാമും അള്ളാഹുവിന് പങ്കുകാരാരും ഇല്ല എന്ന് പറയുന്നതോടൊപ്പം മനുഷ്യ സമൂഹത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാവുക എന്നതും അതിന്റെ ഉദ്ദേശമാണ്. ഈ അധ്യാപനമാണ് ഇത് പ്രാവർത്തികമാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് ലോകത്ത് വീണ്ടും ഇസ്ലാമിന്റെ പ്രതാപവും പ്രൗഢിയും സ്ഥാപിക്കാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള കടമകളും തിരിച്ചറിയുക, പരസ്പരമുള്ള കടമകളും തിരിച്ചറിയുക. മനുഷ്യ സമൂഹത്തിൽ സ്നേഹവും അനുകമ്പയും ഉണ്ടാക്കുന്നതിനായി പരിശ്രമിക്കുക, ആര് എന്ത് മതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് നോക്കാതെ. അക്രമത്തിലൂടെ നിഷ്കളങ്കരെ വധിക്കുന്നതിന് പകരം ഇസ്ലാമിന്റെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും രഞ്ജിപ്പിന്റെയും വാളുകൊണ്ട് ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിടുക. ആത്മഹത്യാ ആക്രമണങ്ങളും ചെയ്ത് അള്ളാഹുവിന്റെ കോപം വിലക്ക് വാങ്ങുന്നതിന് പകരം അവന്റെ സ്നേഹവും സാമീപ്യവും കരസ്ഥമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. ഇസ്ലാമിന്റെ മടിത്തട്ടിനെ പിതാവിന്റെ സ്നേഹത്തിന്റെ തണലാക്കി മാറ്റുക. തങ്ങളുടെ അക്രമപരമായ പ്രവൃത്തികൾക്ക് പകരം ഇസ്ലാമിൽ ആരോപണം ഉന്നയിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരം നൽകുന്നതിന് പകരം, അഥവാ അവർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല എങ്കിൽ ഓർത്തുകൊള്ളുക, ഭൗതിക തന്ത്രങ്ങൾ കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും ഒരിക്കലും ഇസ്ലാമിന് ലോകത്ത് വ്യാപിപ്പിക്കാൻ സാധിക്കുകയില്ല. നാം അഹ്മദികളും ഓർത്തിരിക്കേണ്ടതാണ്, ഇസ്ലാമിന്റെ പേരിൽ ഈ വഴിപിഴച്ചവർ ചെയ്യുന്ന ഓരോ ആക്രമണവും നാം മുമ്പത്തേക്കാൾ ഉപരിയായി നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതായി മാറണം. ഇസ്ലാമിന്റെ ദുഷ്പേരിന് കാരണമാകുന്ന ഓരോ പ്രവൃത്തിക്കും ശേഷം നാം ലോകത്തിന് പറഞ്ഞു കൊടുക്കണം, എന്റെ മതത്തിന്റെ അടിസ്ഥാനം സമാധാനത്തിലും ശാന്തിയിലുമാണ്. നമ്മളിൽ ഓരോരുത്തരും ഈ കാര്യം പറയണം. അഥവാ ഇസ്ലാമിനെ പിന്തുടരുന്നവരിൽ ആരെങ്കിലും അത്തരം പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ, അത് സമാധാനവും സുരക്ഷിതത്വവും തകർക്കുന്നു എങ്കിൽ, അയാളുടെ അല്ലെങ്കിൽ ആ സംഘത്തിന്റെ വ്യക്തിപരവും തങ്ങളുടെ പ്രയോജനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി മാത്രമാണത്. ഇസ്ലാമിക അധ്യാപനത്തിന് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല. ഇത് തീർത്തും അനുവദനീയമല്ലാത്തൊരു കാര്യമാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ഈ പ്രവൃത്തി ചെയ്യുന്നവരുടെ മേലാണുള്ളത്, ഇസ്ലാമിന്റെ മേലിലല്ല, ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മേലിലുമല്ല. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അഹ്മദിയ ജമാഅത്ത് ഈ കാര്യത്തിനായി എല്ലാ രാജ്യങ്ങളിലും പരിശ്രമിക്കുന്നു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മീഡിയ മുഖേന ഇതിന്റെ നല്ല സ്വാധീനവും ഉണ്ടാകുന്നു.
ഇവരുടെ കോളം എഴുതുന്നവർ സ്വയം എഴുതുകയും ചെയ്യുന്നു. ഫ്രാൻസിൽ പാതിരിയെ അങ്ങേയറ്റം അക്രമപരമായ നിലയിൽ വധിച്ചു കളഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ ഒരു എഴുത്തുകാരൻ എഴുതി, ഈ പ്രവൃത്തി ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു, മതയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ സ്വയം എഴുതുകയാണ്, യാഥാർത്ഥ്യം ഇതല്ല, മറിച്ച് ഇത് മതത്തിന്റെ സ്വാർത്ഥമതികളുടെയും മാനസിക രോഗികളുടെയും യുദ്ധമാണ്. പോപ്പ് സാഹിബും വളരെ നല്ലൊരു വിവരണം നൽകി. നിശ്ചയമായും ലോകമഹായുദ്ധം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മതയുദ്ധം അല്ല, സ്വാർത്ഥമതികളുടെ യുദ്ധമാണ്, സ്വാർത്ഥരായ ആളുകളുടെ യുദ്ധമാണ്. കാരണം ഒരു മതവും അക്രമത്തിന്റെ അധ്യാപനം നൽകുന്നില്ല. ഈ ആളുകൾ തങ്ങളുടെ ആളുകളെ നിയന്ത്രിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അക്രമം വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് പ്രതിപ്രവർത്തനവും നടക്കും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. നാം നമ്മുടെ ഇസ്ലാമിന്റെ സമാധാന സന്ദേശം ലോകത്ത് എല്ലായിടത്തും എത്തിക്കുക. ഒരു ഭാഗത്ത് ഈ കാര്യമുണ്ട്. എന്നാൽ നമ്മുടെ സന്ദേശം എത്തിയ ചിലരുമുണ്ട്. എന്നാൽ അവർ നെഗറ്റീവായ അർത്ഥം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആരോ എനിക്ക് എഴുതി, അയാൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദായിരിക്കുകയാണെന്ന് തോന്നുന്നു, എന്നെ ഉദ്ധരിച്ച് ഒരു ട്വീറ്റ് ചെയ്തു, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമത്തെയും മൃഗീയതയെയും വിലക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് തന്റെ ഭാഗത്ത് നിന്ന് അയാൾ ഈ ഒരു പരിഹാസ വിവരണത്തിനു ശേഷം എഴുതുന്നു, എന്നാൽ ഈ കൽപ്പന സ്ത്രീകൾക്ക് ബാധകമല്ല, ഇസ്ലാം ഉപേക്ഷിക്കുന്നവർക്ക് ബാധകമല്ല, ഇന്ന കാര്യത്തിനില്ല. അത്തരക്കാരും ഉണ്ട്. അവർ കാണുന്നു ഇസ്ലാമിന്റെ സമാധാനപ്രിയമായ അധ്യാപനങ്ങൾ അഹ്മദിയ ജമാഅത്ത് അവതരിപ്പിക്കുന്നത് അത് മുഖേന ജനങ്ങൾ സ്വാധീനിക്കപ്പെടുന്നു. അതുകൊണ്ട് ആ സ്വാധീനത്തെ ഇല്ലാതാക്കി തീർക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് ട്വീറ്റ്, ഫേസ്ബുക്ക് മുതലായ വിവിധ മാർഗങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു. അത്തരം ആളുകളെ വീക്ഷിക്കുക എന്നതും നമ്മുടെ ജോലിയാണ്. അതിനു മറുപടി നൽകേണ്ടതും നമ്മുടെ ജോലിയാണ്. ലോകത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ എത്തിക്കുന്നതിനായി നാം ചെയ്യേണ്ട ഒരുപാട് ജോലികൾ ഇപ്പോഴുണ്ട്. മുമ്പത്തേക്കാൾ വളരെയധികം അഹ്മദിയ ജമാഅത്തിലൂടെ ഇസ്ലാമിന്റെ പരിചയം ലോകത്ത് കൂടിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോൾ നമുക്ക് തൃപ്തികരമായ പ്രവൃത്തി നടന്നു എന്ന് പറയാൻ സാധ്യമല്ല. എതിർപ്പിന്റെ ഈ കാലഘട്ടത്തിൽ അമുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെതിരെയുള്ള എതിർപ്പുണ്ട്. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ജമാഅത്തിനെതിരിലും എതിർപ്പുണ്ട്. ഇതിൽ നാം വളരെ ഹിക്മത്തോടുകൂടിയും അധ്വാനത്തോടുകൂടിയും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇസ്ലാം ലോകത്ത് വ്യാപിക്കേണ്ട മതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിന്റെ പുനരുജ്ജീവനം ഇൻഷാ അല്ലാ ഇനി അഹ്മദിയത്തിലൂടെയാണ് നടക്കേണ്ടത് എന്നതിലും സംശയമില്ല. അള്ളാഹു വിധിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. എന്നാൽ നാം ഈ പുരോഗതിയുടെ ദൃശ്യം നമ്മുടെ ജീവിതത്തിൽ കാണുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ബലഹീനതകളും അലസതകളും ഈ പുരോഗതിയെ നമ്മിൽ നിന്ന് ദൂരപ്പെടുത്താതിരിക്കട്ടെ. തങ്ങളുടെ ന്യൂനതകൾ മറക്കുന്നതിനും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ആകർഷിക്കുന്നതിനും വേണ്ടി നമുക്ക് അധ്വാനത്തിന്റെയും ദുആയുടെയും ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാം വിരുദ്ധ ശക്തികളും നമുക്ക് എതിരിലാണ്. നാമധാരികളായ പണ്ഡിതന്മാരുടെ പിന്നാലെ പോകുന്ന മുസ്ലിങ്ങളും നമുക്കെതിരിലാണ്. എന്നാൽ നാം ഈ എല്ലാ ഭയങ്ങളെയും ദൂരപ്പെടുത്തിക്കൊണ്ട് ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിഷനെ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കണം. ഇപ്പോൾ ചില സ്ഥലങ്ങളിലെ ജേർണലിസ്റ്റുകൾ, പത്രപ്രതിനിധികൾ അവർ ചോദിക്കുന്നു, യൂറോപ്പിലും എന്നോട് ചോദിച്ചു,
ഇപ്രാവശ്യം സ്വീഡനിലെ പര്യടനത്തിലും ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, നിങ്ങൾക്ക് തീവ്രവാദ സംഘടനകളുടെ എതിർപ്പുണ്ട്, നിങ്ങളുടെ ജീവന് അപകടം ഉണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുക? ഞാൻ പറഞ്ഞു, തീർച്ചയായും ശരിയാണ്, എനിക്ക് അപകടമുണ്ട്, ജമാഅത്ത് അംഗങ്ങൾക്ക് അപകടമുണ്ട്. എന്നാൽ ഈ അപകടം ഞങ്ങളെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് തടയുകയില്ല. അപകടം ഇപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തുമുണ്ട്. അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കും അപകടമുണ്ട്. ഇതിൽ അഹമ്മദി അമുസ്ലിം എന്നുള്ള ചോദ്യമില്ല, വ്യത്യാസമില്ല. ആര് ഈ സ്വാർത്ഥമതികളുടെ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലയോ, അല്ലെങ്കിൽ അവർക്ക് അനുസരിച്ച് മൂളുന്നില്ലയോ, അയാളുടെ ജീവൻ അപകടത്തിലാണ്. എന്നാൽ അഹമ്മദികൾക്കെതിരിലുള്ളത് വംശപൂജകരാണ്, അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധരാണ്. നമുക്ക് രണ്ടു ഭാഗത്തു നിന്നും അപകടം ഉണ്ട്. എന്നാൽ ഒരു വിശ്വാസി ഏതായിരുന്നാലും ഈ കാര്യങ്ങളെയൊന്നും വിലവെക്കുകയില്ല. ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാ അഹമ്മദികളും അടിയുറച്ചു നിൽക്കുകയും ചെയ്യും. ലോകത്തിന്റെ അവസ്ഥ, അതിനായി എല്ലാ അഹമ്മദികളും എല്ലാ ഷർറിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ജമാഅത്ത് എന്ന നിലയിൽ ലോകത്ത് എല്ലായിടത്തും കുഴപ്പക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഈ ദിവസങ്ങളിൽ ദുആയിലും സദക്കകളിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗത്തേക്ക് ഇതുപോലെ. എന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ അവസ്ഥകൾ അങ്ങേയറ്റം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കുഴപ്പക്കാരുടെ ഷർറ് അവരിൽ തന്നെ തിരിച്ചയക്കട്ടെ. അവർ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നു. ഇസ്ലാമിന്റെ പേരിൽ അക്രമവും അനീതിയും കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെയാണ് അപകീർത്തിപ്പെടുത്തുന്നത്. അള്ളാഹു ഇവരെ പിടിക്കുന്നതിനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കുമാറാകട്ടെ. എല്ലാ ആപത്തുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദൂരീകരിക്കട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരവസരത്തിൽ പറഞ്ഞു, ഏതൊരാൾക്ക് വേണ്ടിയാണോ ദുആയുടെ കവാടം തുറക്കപ്പെട്ടത്, അഥവാ അയാൾക്ക് വേണ്ടി കാരുണ്യത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. അള്ളാഹുവിനോട് എന്താണോ ചോദിക്കുന്നത് അതിൽ അവന്, അതായത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ സംരക്ഷണം ചോദിക്കുന്നതാണ്. അവന്റെ സംരക്ഷണത്തിൽ വരിക എന്നതാണ്. വീണ്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്ന പരീക്ഷണത്തിന്റെ അവസരത്തിലുള്ള ദുആയേക്കാൾ പരീക്ഷണം വരുന്നതിനു മുമ്പുള്ള ദുആയാണ് പ്രയോജനപ്രദം. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ ദുആ ചെയ്യുക എന്നത് നിങ്ങളിൽ നിർബന്ധമാണ്. പിന്നീട് അവിടുന്ന് മറ്റൊരവസരത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ പക്കൽ ദുആയേക്കാൾ അഭിമാനകരമായ മറ്റൊരു കാര്യവും ഇല്ല. അതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സദക്കയെ കുറിച്ച് പറഞ്ഞു, പരീക്ഷണങ്ങളിൽ നിന്നും അഗ്നിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി സദക്ക നൽകുക എന്നല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൂടി പറഞ്ഞു, ഓരോ മുസ്ലിമിനും സദക്ക നൽകൽ നിർബന്ധമാണ്. സഹാബാക്കൾ ചോദിച്ചു, ഒരാളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല എങ്കിൽ അയാൾ എന്തു ചെയ്യും? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അയാൾ നല്ല കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കട്ടെ, ഇസ്ലാമിക കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കട്ടെ, നന്മ പ്രവർത്തിക്കട്ടെ, തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യട്ടെ. ഇതാണ് അയാളുടെ സദക്ക. എന്നാൽ ഇതിനർത്ഥം ആരെങ്കിലും ധനം സദക്കയായി നൽകിയെങ്കിൽ അവർ നല്ല കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കരുത്. തിന്മയിൽ നിന്ന് തടയുന്നില്ല എങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന് ധരിക്കരുത്. കാരണം അതിനു പകരം സദക്ക നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, ഇത് അള്ളാഹുവിന്റെ ദാസന്മാരുടെ മേലുള്ള അവന്റെ കാരുണ്യത്തിന്റെ കടാക്ഷമാണ്. അഥവാ ആരെങ്കിലും നിർബന്ധിതരാണ് എങ്കിൽ, ധനം ഇല്ല എങ്കിൽ, നന്മ പ്രവർത്തിക്കുന്നതും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും തന്നെ അയാൾക്ക് സദക്കയായി മാറുന്നു. അല്ല എങ്കിൽ
ആരെങ്കിലും ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, അതായത് നന്മ പ്രവർത്തിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ, അയാളുടെ ധനത്തിന്റെ സദക്കക്കും ഒരു പ്രാധാന്യവുമില്ല. ഏതുപോലെ കാണിച്ചുകൂട്ടലുള്ള നമസ്കാരത്തിന് ഒരു പ്രാധാന്യവുമില്ലയോ, അതുപോലെ നമസ്കാരം അവരുടെ മുഖത്ത് വലിച്ചെറിയപ്പെടുന്നു, സദക്കയ്ക്കും ഒരു പ്രാധാന്യവുമില്ല. ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം സദക്ക ചെയ്യുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ പിന്നീട് തന്റെ എല്ലാ കർമ്മവും അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ചാക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അത്തരം അവസ്ഥ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ആകർഷിക്കുന്നതിനുള്ള മാർഗമായി മാറുന്നു. പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ പറഞ്ഞു, സദക്കയിലൂടെയും ദുആയിലൂടെയും ആപത്ത് വിട്ടുപോകുന്നു. പിന്നീട് ദുആ സ്വീകരിക്കപ്പെടുന്നതിന് എന്ത് അവസ്ഥയാണ് വേണ്ടത്? ഇതിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, ദുആയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി മനുഷ്യൻ തന്റെ ഉള്ളിൽ പരിശുദ്ധ മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടതും അനിവാര്യമാണ്. അഥവാ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിന്റെ പരിധികളെ ലംഘിക്കുന്നുവെങ്കിൽ ദുആയിൽ യാതൊരു സ്വാധീനവും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ദുആയും സദക്കകളും ശക്തിപ്പെടുത്താൻ നാം വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. നാം അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി കൊണ്ടിരിക്കുന്നതിന് വേണ്ടി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ ദുആയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എല്ലായ്പ്പോഴും ദുആ ചെയ്യുന്നു, എന്നാൽ നിങ്ങളും എല്ലായ്പ്പോഴും ദുആയിൽ മുഴുകിയിരിക്കേണ്ടതാണ്. നമസ്കരിക്കുക, തൗബ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അള്ളാഹു സംരക്ഷിക്കും. അഥവാ മുഴുവൻ ഭവനത്തിലും ഒരാളെങ്കിലും അത്തരത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു അയാൾ കാരണം മറ്റുള്ളവരെയും സംരക്ഷിക്കുന്നതായിരിക്കും. പറയുന്നു, ആരാണോ പ്രത്യേകമായ ഈമാൻ ഉള്ളവരായിട്ടുള്ളത്, അള്ളാഹു അവരിലേക്ക് തിരിയുന്നു, അവൻ സ്വയം അവരുടെ സംരക്ഷണം നടത്തുന്നു. വീണ്ടും അവിടുന്ന് പറയുന്നു, അള്ളാഹു ഒരിക്കലും ഒരു സത്യവാനോടും വഞ്ചന കാണിക്കുകയില്ല. മുഴുവൻ ലോകവും അള്ളാഹു ഒരിക്കലും ഒരു സത്യവാനോടും ആത്മാർത്ഥതയില്ലായ്മ കാണിക്കുകയില്ല. മുഴുവൻ ലോകവും അഥവാ അയാളുടെ ശത്രു ആയിരുന്നാലും അയാളോട് ശത്രുത കാണിച്ചാലും അയാൾക്കൊരു നഷ്ടവും വരുത്താൻ സാധിക്കുകയില്ല. അള്ളാഹു വലിയ ശക്തിയും കഴിവും ഉള്ളവനാണ്. മനുഷ്യൻ ഈ മാനിക ശക്തി കൊണ്ട് അവന്റെ സംരക്ഷണത്തിന് കീഴിൽ വരുന്നു. അങ്ങനെ അവന്റെ ശക്തിയുടെയും കുദറത്തിന്റെയും അത്ഭുതങ്ങൾ കാണുന്നു. പിന്നീട് അയാളിൽ ഒരു വിധത്തിലുള്ള അപമാനവും വരികയില്ല. ഓർത്തുകൊള്ളുക, അള്ളാഹു അതിശക്തനേക്കാളും അതിശക്തനാണ്. അതായത് ഒരാൾ വലിയ ശക്തിമാനാണ് എങ്കിൽ അതിനേക്കാൾ ശക്തിമാനാണ്. പറയുന്നു, എന്നല്ല, തന്റെ കൽപ്പനയിൽ പോലും അതീശത്വം ഉള്ളവനാണ്. സത്യഹൃദയത്തോടുകൂടി നമസ്കരിക്കുക, ദുആയിൽ മുഴുകുക, തങ്ങളുടെ മുഴുവൻ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ അധ്യാപനം നൽകുക. പൂർണ്ണമായ നിലയിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു നഷ്ടവും ആർക്കും ഉണ്ടാവുകയില്ല. നഷ്ടത്തിന്റെ യഥാർത്ഥ അടിവേര് പാപമാണ്. നാം പൂർണ്ണമായ നിലയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയേണ്ടതിന്റെയും അവനോട് സഹായം ചോദിക്കേണ്ടതിന്റെയും ആവശ്യമുണ്ട്. അവൻ എല്ലാ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദൂരീകരിക്കട്ടെ, ശത്രുക്കളെ അപമാനിതരും പരാജിതരുമാക്കി തീർക്കട്ടെ. എതിരാളികൾ ജമാഅത്തിനെതിരിൽ ഉപയോഗിക്കുന്ന എല്ലാ ആയുധവും എല്ലാ ആക്രമണവും പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിലും ചില ദുആകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതും ചൊല്ലേണ്ടതാണ്, മനസ്സിലാക്കി ചൊല്ലേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിലെ ദുആകളെ കുറിച്ച് നമുക്ക് ഈ ഒരു മാർഗനിർദ്ദേശം നൽകി, ഈ ഒരു പോയിന്റ് വിവരിച്ചു തന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ദുആകൾ അത് പറഞ്ഞു തരാനുള്ള കാരണം തന്നെ ഒരു വിശ്വാസി പൂർണ്ണമായ നിലയിൽ ഈ ദുആകൾ ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ അകലുന്നതിനും ഷർറിൽ നിന്ന് സുരക്ഷിതരായിരിക്കുന്നതിനും വേണ്ടി നാം ഈ ഖുർആനിക ദുആകളിലും ശക്തി ചെലുത്തേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ദുആ അത് പൊതുവിൽ നാം നമസ്കാരത്തിലും ചൊല്ലാറുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം ചൊല്ലുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ആ ദുആ ഇതാണ്: റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിലെ നന്മകളും പരലോകത്തിലെ നന്മകളും നൽകിയാലും
ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാലും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് പറയുന്നു, മനുഷ്യൻ തന്റെ നഫ്സിന്റെ ക്ഷേമത്തിനായി രണ്ട് കാര്യങ്ങളുടെ ആവശ്യക്കാരനാണ്. ഒന്ന്, ലോകത്തിലെ ചുരുങ്ങിയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും അയാൾക്ക് നേരിടേണ്ടി വരുന്നത്, അതിൽ നിന്ന് സമാധാനത്തിലായിരിക്കുക. രണ്ടാമത്തേത്, തിന്മയും പാപവും ആത്മീയ രോഗങ്ങളും, അത് അയാളെ അള്ളാഹുവിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നു, അതിൽ നിന്ന് മോക്ഷം കരസ്ഥമാക്കുക. ലോകത്തിലെ നന്മ ഇതാണ്. പറയുന്നു, ലോകത്തിലെ നന്മ ഇതാണ്: ശാരീരികവും ആത്മീയവുമായ എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, നികൃഷ്ട ജീവിതത്തിൽ നിന്നും, അപമാനത്തിൽ നിന്നും സുരക്ഷിതനായിരിക്കുക. പറയുന്നു, വഫിൽ ആഖിറത്തി ഹസന, എന്നതിൽ ആഖിറത്തിന്റെ വശം, അതും ലോകത്തിലെ നന്മയുടെ ഫലമാണ്. അതിന്റെ ഫലമായിട്ടാണ് ലഭിക്കുന്നത്. അഥവാ ലോകത്തിലെ നന്മ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ആഖിറത്തിനു വേണ്ടിയുള്ള നല്ല ഫലങ്ങളാണ്. പറയുന്നു, അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നു. ഇതുകൊണ്ടുള്ള ഉദ്ദേശം കേവലം ഖിയാമത്ത് നാളിലുള്ള അഗ്നി മാത്രമല്ല. ലോകത്തും ആയിരക്കണക്കിനുള്ള അഗ്നികളുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് അവിടുന്ന് പറയുന്നു, വിവിധങ്ങളായ പ്രയാസങ്ങൾ, ഭയം, ബന്ധുക്കളുമായുള്ള ഇടപാടുകൾ, രോഗങ്ങൾ മുതലായവ അതിൽ ഉൾപ്പെടുന്നു. പറയുന്നു, വിശ്വാസി ദുആ ചെയ്യുന്നു, എല്ലാവിധത്തിലുള്ള അഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലും. മറ്റൊരു ദുആ, ദൃഢചിത്തതയ്ക്ക് വേണ്ടിയും. അവസ്ഥകൾ മോശമാകുമ്പോൾ, പരീക്ഷണം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മനുഷ്യന് സ്ഥിരചിത്തത ഉണ്ടാവുകയില്ല. സ്ഥിരചിത്തതയ്ക്ക് വേണ്ടിയുള്ള ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നു. ശത്രുക്കൾക്കെതിരിൽ അള്ളാഹുവിന്റെ സഹായം സാധിക്കുന്നതിനുള്ള ദുആ പഠിപ്പിച്ചു തന്നു. ആ ദുആ ഇതാണ്: റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന വ ഇസ്റാഫനാ ഫീ അംറിന വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപവും അലസതകളും ഞങ്ങളുടെ കർമ്മങ്ങളിലുള്ള ഞങ്ങളുടെ അമിതത്വത്തെയും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തന്നാലും, ഞങ്ങളുടെ ചുവടുകളെ ദൃഢപ്പെടുത്തിയാലും, നിഷേധികൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിച്ചാലും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് പറയുന്നു, അതുകൊണ്ട് വ്യക്തമാണ്, അഥവാ അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കാത്തവൻ അല്ലായിരുന്നുവെങ്കിൽ അത്തരം ദുആ ഒരിക്കലും പഠിപ്പിക്കുമായിരുന്നില്ല. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ദുആ ഇതാണ്: റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. എന്റെ നാഥ, നിന്റെ നന്മയിൽ നിന്ന് നീ എന്ത് തന്നെ എനിക്കായി ഇറക്കിയാലും ഞാൻ അതിന്റെ ആവശ്യക്കാരനാണ്. ഈ ദുആയും ചൊല്ലേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ഇതുകൂടാതെയും ഒരുപാട് ദുആകളുണ്ട്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹം സ്വായത്തമാക്കുന്നതിന് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുകയുണ്ടായി, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ ദുആകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു: പറയാനുള്ള കാരണം, മനുഷ്യൻ പൂർണ്ണമായ നിലയിൽ അവനോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അവ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ദുആയെ കുറിച്ച് അവിടുന്ന് പറയുന്നു, എനിക്ക് അള്ളാഹുവിൽ നിന്ന് ഇൽഖാ ഉണ്ടായി, അതായത് അള്ളാഹു എനിക്ക് ഈ ദുആ പഠിപ്പിച്ചു തന്നു. അതിപ്രകാരമാണ്: റബ്ബി കുല്ലി ഷൈഇൻ ഖാദിമുക റബ്ബി ഫഅഫദ്നി വൻസുർനി വർഹംനി. പറയുന്നു, എന്റെ ഹൃദയത്തിൽ ഇട്ടു തന്നു. ഇത് ഇസ്മേ അഅസം ആണ്. ഈ വാക്കുകൾ ആരാണോ ചൊല്ലുന്നത്, എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും അയാൾക്ക് മോക്ഷം ലഭിക്കും. അള്ളാഹു ജമാഅത്തിനെ മൊത്തത്തിലും ജമാഅത്ത് അംഗങ്ങളെ വ്യക്തിപരമായ നിലയിലും എല്ലാവിധത്തിലുള്ള ഷർറിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. എതിരാളികളുടെ ഷർറ് അവരിൽ തന്നെ തിരിച്ചയക്കട്ടെ. മുസ്ലിങ്ങൾക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. അവർ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവന്റെ വാക്കുകൾ കേൾക്കുന്നവരായി ഏക ഉമ്മത്തായിക്കൊണ്ട് ഇസ്ലാമിന്റെ സമാധാനപൂർണമായ മനോഹരമായ അധ്യാപനങ്ങൾ ലോകത്ത് സ്ഥാപിക്കുന്നവരും വ്യാപിപ്പിക്കുന്നവരുമായി തീരട്ടെ. നമസ്കാരത്തിനു ശേഷം ഞാൻ 2 ജനാസ നമസ്കരിപ്പിക്കും. ഒരു ജനാസ ബഹുമാനപ്പെട്ട ഈവൻ വർണോൺ സാഹിബിന്റേതാണ്. ബെലീസ് വാസിയാണ്. കഴിഞ്ഞ ദിവസം 49ാമത്തെ വയസ്സിൽ ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബെലീസ് ജമാഅത്തിലെ ആദ്യകാല അഹമ്മദികളിൽപ്പെട്ട ആളാണ്. ഇപ്പോൾ സെക്രട്ടറി തബ്ലീഗ് ആയി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2014 ജൽസ സാലാന UK-യിലും പങ്കെടുത്തു. വളരെ ആവേശമുള്ള മുഖ്ലിസായ അഹമ്മദിയായിരുന്നു. ഒരാവേശമുള്ള അഹമ്മദിയായിരുന്നു. കുറച്ചുകാലം മുമ്പാണ് ഇദ്ദേഹം അഹമ്മദിയായത്.
എന്നിട്ട് പോലും ജമാഅത്തുമായി അത്തരത്തിലുള്ള ഒരു ബന്ധവും ഇഖ്ലാസും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് പഴയ അഹമ്മദികളിൽ പോലും അത്രത്തോളം ഉണ്ടാവുകയില്ല. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അത്തരം ആത്മാർത്ഥരെ അള്ളാഹു എല്ലായ്പ്പോഴും കൂടുതലായി നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ സയ്യദ് നാദിർ സയ്യിദൈൻ സാഹിബ്. അദ്ദേഹം റബോയിൽ നമ്മുടെ നാസിർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഇൻചാർജ് ആയിരുന്നു. സയ്യദ് ഗുലാം സയ്യിദൻ സാഹിബിന്റെ മകനായിരുന്നു. ഇദ്ദേഹം ജൂലൈ 23, 2016 ഇസ്ലാമാബാദിൽ 55-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളിൽ രക്തം ക്ലോട്ടായത് കാരണമാണ് അദ്ദേഹം വഫാത്തായത്. ഇദ്ദേഹത്തിന്റെ മാതാമഹി 1905 ബീഹാറിൽ നിന്ന് കത്തെഴുതി ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ബൈഅത്ത് ചെയ്തു. എന്നാൽ ഇവരുടെ വീട്ടിൽ ബാക്കിയുള്ളവരാരും അഹമ്മദിയായിരുന്നില്ല. സയ്യദ് നാദിർ സയ്യിദൈൻ 1982 വളരെയധികം അന്വേഷിച്ചതിനു ശേഷമാണ് ബൈഅത്ത് ചെയ്തത്. കറാച്ചിയിൽ നിന്ന് ഇദ്ദേഹം BSc ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം അവിടെ തന്നെ കറാച്ചിയിൽ താമസിച്ചു. 1979 ഇദ്ദേഹം കറാച്ചിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് ഷിഫ്റ്റായി. മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ ജില്ലാ തലത്തിൽ ഇദ്ദേഹത്തിന് വളരെയധികം വകുപ്പുകളിൽ സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ജില്ലാ മുഅ്തമിദ് ഖിദ്മത്തെ ഖൽബ് വകുപ്പിലും ഉണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. ഇൻചാർജ് റൈറ്റർ ഫോറം മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ ജില്ല ഇസ്ലാമാബാദായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. 1999 ഇസ്ലാമാബാദിൽ നിന്ന് റബുവിലേക്ക് മാറി താമസിച്ചു. പിന്നീട് 2000 അദ്ദേഹം തന്റെ ജീവിതം വഖഫ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയക്ക് കീഴിലുള്ള നാസിർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഇൻചാർജ് ആയിരുന്നു. അതുപോലെ സ്പോർട്സ് കോംപ്ലക്സിന്റെയും ഇൻചാർജ് ആയിരുന്നു. ജൂഡോ, കരാട്ടെ മുതലായ മാർഷൽ ആർട്സിന്റെ വളരെ പ്രാവീണ്യം സിദ്ധിച്ച ആളായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായ മാർഷൽ ആർട്സിൽ നിപുണനായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ പാകിസ്ഥാന്റെ പ്രാതിനിധ്യം വഹിച്ചു. അവിടെ റബുവയിൽ അദ്ദേഹം കുട്ടികൾക്കും ഖുദ്ദാമിനും മാർഷൽ ആർട്സിന്റെ ട്രെയിനിങ് നൽകി. ഖിലാഫത്തുമായി വളരെ ഗഹനമായ ബന്ധം ഉണ്ടായിരുന്നു. വളരെ ആത്മാർത്ഥതയോടും കൂറോടും കൂടി സേവനം ചെയ്യുന്ന ആളായിരുന്നു. വളരെ സാധാരണ പ്രകൃതമായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. എല്ലായ്പ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം ആയിരുന്നു. എത്ര തന്നെ അനാരോഗ്യവും ആണെങ്കിലും എത്ര തന്നെ പ്രയാസമാണെങ്കിലും എല്ലായ്പ്പോഴും അദ്ദേഹം സന്തോഷത്തോടു കൂടി ജീവിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് അവിടെയും അതുപോലെ പെരുമാറട്ടെ. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ തലമുറകൾക്കും സന്തോഷത്തിന് കാരണമായി തീരട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. റബോയിൽ ഇദ്ദേഹത്തിന്റെ കബറടക്കം നടന്നു. ഭാര്യയെ കൂടാതെ ഇദ്ദേഹത്തിന് മാതാപിതാക്കളും ജീവിച്ചിരിപ്പുണ്ട്. 3 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു മകൻ മദ്രസത്തുൽ ഹിഫ്ലിൽ ഖുർആൻ ഹിഫ്ൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ബഹുമാനപ്പെട്ട നസീഹ അഹമ്മദ് ഹയാത്ത് സാഹിബിന്റേതാണ്. അദ്ദേഹം ന്യൂയോർക്ക് അമേരിക്ക സദർ ജമാഅത്തായിരുന്നു. 2016 ജൂലൈ 16 69-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം മെയ് 23, 1947 തൻസാനിയയിലാണ് ജനിച്ചത്. 1977 ന്യൂയോർക്കിൽ എത്തി. ജമാഅത്ത് പ്രവർത്തനങ്ങളുമായി ഭാഗവാക്കാകാൻ തുടങ്ങി. ആദ്യം സെക്രട്ടറി മാലായും പിന്നീട് 35 വർഷം ന്യൂയോർക്ക് ജമാഅത്തിന്റെ സദർ ജമാഅത്തായും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ന്യൂയോർക്കിലെ വിവിധ നമസ്കാര സെന്ററുകളിൽ എല്ലാ മാസവും ഒരു പ്രാവശ്യം മുബല്ലിഗ സിൽസിലയോടൊപ്പം പോകുമായിരുന്നു. സാമ്പത്തിക ത്യാഗത്തിന്റെ എല്ലാ പദ്ധതികളിലും ഭാഗവാക്കാകാൻ പരിശ്രമിക്കുമായിരുന്നു. ജമാഅത്ത് അംഗങ്ങളെ സ്ഥിരമായി ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ത്യാഗങ്ങളിലേക്ക് ശ്രദ്ധിപ്പിച്ചിരുന്നു.
ജമാഅത്തി സേവനം വളരെ സന്തോഷത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി നിർവഹിക്കുമായിരുന്നു. പൊതുവിൽ യുവാക്കൾക്ക് ട്രെയിനിങ്ങും നൽകിയിരുന്നു. പൊതുവിൽ ചില സമയത്ത് ഓഫീസർമാർ രണ്ടാമത്തെ ലൈനിനെ തയ്യാറാക്കുകയില്ല. എന്നാൽ ഇദ്ദേഹത്തിൽ ഈ ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. യുവാക്കൾക്ക് ട്രെയിനിങ് നൽകി യുവാക്കളെയും തയ്യാറാക്കുമായിരുന്നു. അവർ ജമാഅത്തി സേവനങ്ങളിൽ മുമ്പോട്ട് വരുന്നവരായി തീരുന്നതിനു വേണ്ടി അവിടെ പള്ളിയിൽ അല്ലെങ്കിൽ സെന്ററിൽ യുവാക്കളായ ആൺകുട്ടികൾക്കും പെൺകുട്ടികളെയും കൊണ്ടുവരുന്നതിനു വേണ്ടി ഇദ്ദേഹം സംവിധാനം ഒരുക്കിയിരുന്നു. കളിയുടെയും മറ്റും അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാമുകൾ അത് മുഖേന അവർക്ക് ശ്രദ്ധയുണ്ടാകുന്നതിനു വേണ്ടി, ഇന്നത്തെ യുവാക്കൾ നഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള താലീമി ക്ലാസ് എല്ലാ ആഴ്ചയും ഞായറാഴ്ച വിട്ടുപോകാതെ നടത്തുമായിരുന്നു. ഇപ്പോൾ അത് താഹിർ അക്കാഡമി എന്ന പേരിൽ അവിടെ നടക്കുന്നു. ഹ്യൂമാനിറ്റി ഫസ്റ്റ് ന്യൂയോർക്കിന്റെ ഡയറക്ടറുമായിരുന്നു. ഇതിലും അദ്ദേഹം വളരെയധികം പ്രവർത്തിച്ചു. സദർ ആയിരുന്നിട്ടും എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. അഥവാ സെന്ററിൽ വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം വൃത്തിയാക്കുകയും മുഴുവൻ മാലിന്യവും പുറത്തു കളയുകയുമായിരുന്നു. നമസ്കാരം കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിക്കുന്ന ആളായിരുന്നു. മർഹൂം മൂസി ആയിരുന്നു. അവിടെ മക്ബറ മൂസിയാനിൽ അദ്ദേഹത്തിന്റെ കബറടക്കം നടന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഏക മകളും ഉണ്ട്, അസ്മ അയാസ്. അള്ളാഹു മർഹൂമിനോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ, സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഒരിക്കൽ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, താങ്കൾ അമേരിക്കയിലെ ജമാഅത്തുകളിൽ ഒരു മാതൃകായോഗ്യനായ സദറാണ്. എപ്പോഴും ഈ വിധത്തിലായിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അള്ളാഹു ഇത്തരക്കാരെ കൂടുതലായി ഉണ്ടാക്കുമാറാകട്ടെ. 35 വർഷം വരെ ഇദ്ദേഹത്തിന് ജമാഅത്തിന്റെ സദറായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. അമീർ സാഹിബ് അമേരിക്കയും നായിബ് അമീർ സാഹിബ് അമേരിക്കയും എഴുതി വളരെ വിനയത്തോടുകൂടി സേവനം ചെയ്യുന്ന ആളായിരുന്നു. സംഘടനാ കാര്യങ്ങളിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി പങ്കെടുക്കുമായിരുന്നു. മറ്റുള്ളവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു അംഗത്തെ പോലെ ജോലി ചെയ്യുമായിരുന്നു. കേവലം ഓഫീസറായി മാത്രം നിൽക്കുകയല്ല ചെയ്തത്. ഏതായാലും അള്ളാഹു ഇവർ എല്ലാവരുടെയും സ്ഥാനം ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്തോടു കൂടി പെരുമാറട്ടെ. നമസ്കാരത്തിനു ശേഷം ഞാൻ പറഞ്ഞു الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله